കളിക്കാൻ പോകാം. ബോസ് ബോസ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ വീറിനെ പിടിച്ച് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അതെ ബോസ്. എന്റെ ചാട്ട് നീ തട്ടിക്കളഞ്ഞു അല്ലേ? എന്നെ രക്ഷിക്കണേ ബോസ്. അയ്യോ, അല്ല ഇവനെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യം ചെയ്യ്, ഇവനെ പെട്ടെന്ന് പിടിച്ചോ, വിടരുത്. നീ ഇവിടെ നിന്ന് അവനെ വാച്ച് ചെയ്തോണം, മനസ്സിലായല്ലോ? അവൻ ഒരു കാരണവശാലും ഇവിടുന്ന് പുറത്തു പോകരുത്. ചെന്ന് അച്ഛനെ വിളിച്ചോണ്ട് വന്നേക്കാം. ഇപ്പൊ വരാം. മമ്മി 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 അച്ഛ, വീര് ശരിക്കും റോബോട്ടാണ്. അവനെ ഞാനൊരു വീട്ടിന്റെ അകത്ത് പൂട്ടി വെച്ചിരിക്കുക. വേഗം വാ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവനൊരു റോബോട്ടാണെന്ന് ഞാൻ ഇന്ന് തന്നെ തെളിയിക്കാം. ഇപ്രാവശ്യവും നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എമിലി, ചിണ്ടുവിനെ തേടി കണ്ടുപിടിക്ക. വണ്ടി വീറിനെ കൊണ്ടുപോയിരിക്കുക. ഏതോ ഒരു വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞത്. അവൻ ആ സത്യം എല്ലാരും അറിയിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ചിണ്ടു, ഒന്ന് വേഗം വാ. വീറിന്റെ രഹസ്യം പുറത്താവുന്ന തോന്നുന്നേ. വണ്ടി അവനെ പിടിച്ചൊരു വീട്ടില് പൂട്ടി വെച്ചിരിക്കുക. അല്ല, നീ ആരാണ്? മറന്നു പോയി. ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? വണ്ടിയിൽ അങ്ങനെ പറഞ്ഞത്. അവൻ ആരെയും പിടിച്ചില്ലല്ലോ. എടാ ചിണ്ടു, നിന്റെ തലയിലെ നട്ടും ബോൾട്ടും വീണ്ടും ലൂസായി പോയോ? ഒരൊറ്റ തട്ട് തന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും, നോക്കിക്കോ. അത് ഞാൻ നിനക്ക് തന്നേക്കാം. ഓടിക്കോ. എമിലി, ഒന്ന് വേഗം ആവട്ടെ. വണ്ടിയുടെ അച്ഛനും അമ്മയും കേക്കയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. വേറെ വഴിയൊന്നുമില്ല. അല്ല ഇമിലി, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? എനിക്ക് എന്താ സംഭവിച്ചത്? നീ പ്രാവശ്യം രക്ഷപ്പെടില്ല. എനിക്ക് താഴെ കാല് കുത്തിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വായുവിൽ നിന്ന് വേണം ഫൈറ്റ് ചെയ്യാൻ. ഇപ്പൊ കാണിച്ചു തരാടാ. ആ റിമോട്ട് മര്യാദ. ആ റിമോട്ട് എനിക്ക് വേണം. വിട്. നീ ഇപ്പൊ ചെന്ന് വീണത് റോബോട്ടിന്റെ മുമ്പിലാണ്. നിന്റെ കാര്യം പോക്ക. ആദ്യം റെഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാ. അവന്റെ ഇലക്ട്രിക് പവർ ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാ. അടുത്ത ഓഫ് ചെയ്യാൻ ഞാൻ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യാണ്. പിന്നെ നീയും ഞാനും മാത്രമേ ഇവിടെ ഉണ്ടാവൂ, ടിംബക്ടു.
ഞാൻ കാണുന്നത് സത്യം തന്നെയാണോ? റെയിൻബോയിൽ ഒരു സ്ലൈഡോ അതിൽ ഊഞ്ഞാലും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ മോൻ പറഞ്ഞ ശരിയാ. ഇതെങ്ങനെ സംഭവിച്ചു? അതെ, കാര്യം ശരിയാ. അവൻ പറഞ്ഞ സത്യ. ദേ അങ്ങോട്ട് നോക്ക്. ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായല്ലോ. വേഗം വാ, നമുക്കും അതിൽ കയറി കളിക്കാം. വേണ്ട, നിക്കാനാ പറഞ്ഞത്. ഇമ്ലി, വേഗം ചെന്ന് ചിണ്ടുവിനെ വിളിച്ചോണ്ട് വാ. എന്താ വീർ, ഞങ്ങളൊന്ന് കളിക്കാൻ സമ്മതിക്കേ. ശരി, ഓക്കെ, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ഏയ്, എന്റെ മണ്ടയ്ക്കാണ് കേറിയിരിക്കുന്നേ. നിങ്ങളുടെ ബോഡി ഭയങ്കര വെയിറ്റാ. എന്റെ വൈഫിനെ നീ പേടിപ്പിക്കുന്നോ? മിണ്ടി പോരുത്. എന്നോട് കളിച്ചാലുണ്ടല്ലോ ഇടിച്ച് ചമ്മന്തിയാക്കും, പറഞ്ഞേക്കാം. അയ്യോ, ഈ ബെഞ്ചിന് തള്ളാൻ വരുന്നേ. ചിണ്ടു, ഞങ്ങളുടെ കൂടെ വേഗം വാ. വീറിപ്പോ അപകടത്തിലാണ്. ഞാൻ വരില്ല. ഏത് സമയത്തും വീറിന് മറ്റുള്ളവരെ കുറിച്ചാ ചിന്ത. എന്നെ കുറിച്ച് ചിന്തയില്ല. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ആലോചിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നില്ല. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചിണ്ടു. അവൻ എപ്പോഴും നിന്നെ കുറിച്ചാണ് ആലോചിക്കാറ്. അവൻ നിന്റെ ഓണറാണ്. പക്ഷെ അവൻ നിന്റെ കൂട്ടുകാരനെ പോലെയല്ലേ ട്രീറ്റ് ചെയ്യാറ്. അവൻ നിന്നോട് ഓർഡർ ചെയ്യാറില്ലല്ലോ. അവന് നിന്നെ ഭയങ്കര ഇഷ്ടാ. നിന്റെ മാജിക് പവർ ലോകത്തിന് മുന്നിൽ കാണിക്കരുത്. പിന്നെ എല്ലാരും നിന്നെ പുറകെ വന്നോണ്ടിരിക്കും. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് എല്ലാരും വഴക്കുണ്ടാക്കും. നീ കാരണം ഇപ്പൊ വേറെ അപകടത്തിലാ, അറിയോ? നീ എങ്ങനെയാണ് അവന്റെ കൂട്ടുകാരനായത്? നിനക്ക് നാണമില്ലല്ലോ. നല്ലൊരു കൂട്ടുകാരനെ അപകടത്തിലാക്കിയിട്ട് വന്നിരിക്കുക. വീറിനെ പോലെ ഒരു കൂട്ടുകാരൻ നമ്മൾ എവിടെ തെരഞ്ഞാലും കിട്ടില്ല, മനസ്സിലായോ? ഏത് സമയത്ത് നീ അവനെ പ്രശ്നത്തിലാക്കാണ്. അവൻ നിന്നോട് ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. സോറി എമിലി, സോറി. ഞാൻ ഒരിക്കലും ആ ആംഗിളിൽ ചിന്തിച്ചില്ല. ഐ എം റിയലി സോറി. എടാ ബണ്ടി, വെറുതെ എന്റെ കൂട്ടുകാരെ കളിയാക്കിയുണ്ടല്ലോ. പിന്നെ വിവരം അറിയും, പറഞ്ഞേക്കാം. മനസ്സിലായോടാ നിനക്ക്? വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓ പിന്നെ, നീ എന്ത് ചെയ്യാനാടാ? ഇടിച്ച് ഞാൻ നിന്നെ ഉണ്ടല്ലോ ചമ്മന്തിയൊക്കെ കളയും. നീ ഒരാളാണ്. ഞങ്ങള് 3 പേരുണ്ട്. വാടാ, വരുന്നോ? ഇന്ന് 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ. കമോൺ കം. ഹേ വീർ, എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇംലി, വെറുതെ എന്നെ കുറ്റം പറയരുത്. വീർ, നിക്കാനാ പറഞ്ഞത്. ചേട്ടാ, എന്താ ഇതൊക്കെ? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? എന്തിനാ ഈ കേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നത്? അകിടം പകിടം ആലം ഫാലം ഇകിടം തികിടം ദം ദമാദം. ഇന്നാ പിടിച്ചോ. ഇതും പിടിച്ചോ. ഇത് പിടിച്ചോ. എന്നാ ഇതും വെച്ചോ. ഇത് പിടിച്ചോ. നീ പിടിക്കണം. ഇത് പിടിച്ചോ. ഫൈറ്റോ? കൊള്ളാലോ. മത്സരി, അങ്ങനെ തന്നെ. ഇംലിയും ചുൾബുളിനെയും നമ്മുടെ പാർട്ടിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനുള്ള സമയമായിരിക്കുന്നു.